നിങ്ങളെ ആരും വിലമതിക്കുന്നില്ല. നിങ്ങൾ സമ്മർദ്ദത്തിലാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരും പിന്തുണയ്ക്കുന്നില്ല, ജീവിതം ആകെ തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പുരുഷ സ്ത്രീ ഊർജം അസന്തുലിതാവസ്ഥയിലാണ്. ഈ അവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ ഓരോരുത്തരിലും 2 തരം എനർജികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും. ഒരു സ്ത്രീയിൽ മാസ്കുലിൻ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഒരു പുരുഷനിൽ ഫെമിനിൻ എനർജിയും ഉണ്ട്. ഇത് ബയോളജിക്കലി അല്ല, അതായത് ഇവ ജെൻഡറുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് സർവത്ര ഉള്ള യൂണിവേഴ്സൽ എനർജീസ് ആണ്. ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ ഇവ രണ്ടും മനസ്സിലാക്കുകയും ശരിയായി ഉപയോഗിക്കുകയും ചെയ്യണം. ഇനി എന്താണ് ഈ മാസ്കുലിൻ ഫെമിനിൻ എനർജി എന്ന് നോക്കാം. നമ്മൾ ഒരു കാര്യത്തിനായി ആക്ഷൻ എടുക്കുമ്പോഴും, ഡിസിപ്ലിൻ ആയിട്ടുള്ള ജീവിതം നയിക്കുമ്പോഴും, ലോജിക്കായി ചിന്തിക്കുമ്പോഴും, ഒരു ലക്ഷ്യം മുൻനിർത്തി അതിലേക്ക് ഡിറ്റർമിനേഷനോടെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ മാസ്കുലിൻ എനർജിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മെ ഫോക്കസ് ചെയ്യാനും സ്ട്രക്ചർ ഉണ്ടാക്കാനും മുന്നോട്ട് പോവാനും ഒക്കെ സഹായിക്കും. ഇനി ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലോ ചെയ്യുന്ന എനർജിയാണ്. ക്രിയേറ്റിവിറ്റി, ഇൻറ്റ്യൂഷൻ, കരുണ എന്നിവയുടെ എനർജിയാണ്. ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനും ജീവിതത്തെ സറണ്ടർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാനും ഫെമിനിൻ എനർജി സഹായിക്കും. നർച്ചറിങ്, കമ്പാഷൻ, ആക്സെപ്റ്റൻസ് എന്നിവയൊക്കെയാണ് ഫെമിനിൻ എനർജിയുടെ പ്രത്യേകതകൾ. ഒരു വ്യക്തിയിൽ മാസ്കുലിൻ എനർജി കൂടി നിൽക്കുമ്പോൾ അയാളിൽ ഓവർ കൺട്രോൾ, സ്ട്രെസ്, എഗ്രഷൻ എന്നിവ ഉണ്ടാകും. അതുപോലെ ഫെമിനിൻ എനർജിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ പാസിറ്റിവിറ്റി, സ്റ്റക്നെസ്, ഡിപ്പെൻഡൻസി എന്നിവ കാണാം. ഈ 2 ഊർജങ്ങളും എപ്പോഴും ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഒരു ഊർജം മാത്രം പ്രബലമാകുമ്പോൾ ജീവിതത്തിൽ ഇംബാലൻസ് സംഭവിക്കുന്നു. തളർച്ചയും കോപവും നിരാശയും ഒക്കെ അനുഭവപ്പെടാം. മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ്ഡ് ആയ ഒരു വ്യക്തിക്ക് കൂടുതൽ സമാധാനവും അനുകമ്പയും അനുഭവപ്പെടും. കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും മറ്റുള്ളവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും കഴിയും. കൂടാതെ ബന്ധങ്ങളൊക്കെ ഭദ്രമായിരിക്കും. വ്യക്തിഗത വളർച്ചയും വിജയവും സമ്പൂർണതയും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഹാർമണി ഉണ്ടാവണമെങ്കിൽ മാസ്കുലിനും ഫെമിനിനും തമ്മിൽ ബാലൻസ് വേണം. ഈ ഒരു എനർജി പല കൾച്ചറുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. യിങ് യാങ് എനർജി, ആക്റ്റീവ് പാസീവ് എനർജി, സൺ മൂൺ എനർജിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഭാരതീയ ദാർശനികതയിൽ ശിവനും ശക്തിയും ഒരുമിച്ചിരിക്കുന്ന ദിവ്യരൂപമാണ് അർദ്ധനാരീശ്വരൻ. അർദ്ധശിവൻ ശുദ്ധബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. അർദ്ധശക്തി സൃഷ്ടിയാണ്, സ്നേഹമാണ്. ഇവ രണ്ടും വേർപെട്ടാൽ ജീവൻ താളം തെറ്റും. ചേർന്നാൽ സൃഷ്ടിയും സമതുലിതത്വവും ജനിക്കും. ഇനി എങ്ങനെ മാസ്കുലിൻ ഫെമിനിൻ എനർജിയെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി പല വഴികളുണ്ട്. ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. റേക്കിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിരുകളില്ലാത്ത യൂണിവേഴ്സൽ ലൈറ്റാണത്. ഈ ഇരട്ട ഊർജങ്ങളെ പൂർണ്ണതയിലേക്ക് ലയിപ്പിക്കുന്ന താളം. റേക്കി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ശിവ കോൺഷ്യസ്നസ് ഉണരും. അതേസമയം ശക്തി നമ്മളിലൂടെ സ്വതന്ത്രമായി ഒഴുകും. ഇതുതന്നെയാണ് അർദ്ധനാരീശ്വര ചൈതന്യം ഉണരുന്ന നിമിഷം. അർദ്ധനാരീശ്വരൻ ഒരു ദേവതാ രൂപമല്ല, അത് ജീവിതത്തിൻ്റെ ഹൃദയതാളം തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന പുരുഷ സ്ത്രീ ഊർജത്തിൻ്റെ റീയൂണിയൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ആത്മാവിൽ അർദ്ധനാരീശ്വരൻ ഉണരട്ടെ.